100 ആവില്ല. അപ്പൊ ഇതിന്റെ കൂടെ 3 സ്വലാത്തുകൾ ചൊല്ലണം. അത് നിയ്യത്ത് വെച്ച് ചൊല്ലണം. മനസ്സിലായില്ലേ? 3 ഫാത്തിഹ ഓതണം. 3 ഫാത്തിഹയും 3 സ്വലാത്തും കേട്ടോ. അതിൽ ഒന്നാമത്തെ സ്വലാത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ നമുക്ക് തന്ന എല്ലാ സങ്കടങ്ങളും അല്ലാഹു മാറ്റിത്തരാൻ, ഇവിടുന്ന് അങ്ങോട്ടൊരു സങ്കടം പടച്ചറബ്ബ് തരാതിരിക്കട്ടെ. അല്ലേ? സങ്കടം ഒരുപാടില്ലേ? മക്കളെ കൊണ്ട് ഒക്കെ പ്രശ്നങ്ങളാണ് അല്ലേ? അതുകൊണ്ട് സങ്കടം പടച്ചറബ്ബ് തരാതിരിക്കട്ടെ. രണ്ടാമതും ഒരു സ്വലാത്ത് നമ്മൾ ചൊല്ലും. അല്ലാഹ് രോഗം തന്നുള്ള പരീക്ഷിക്കാതിരിക്കട്ടെ. എത്ര പേർക്കാ രോഗം? അല്ലാഹു പെട്ടെന്നുള്ള മരണങ്ങളല്ല തരാതിരിക്കട്ടെ. പെട്ടെന്നിങ്ങനെ ആ രോഗം വന്ന് മരിക്കാം. മൂന്നാമതും ഒരു സ്വലാത്ത് നമ്മൾ ചൊല്ലും. മരിക്കുന്നതിന്റെ മുമ്പ് ദുനിയാവിലെ സ്വർഗമായ മദീന കാണാൻ, റസൂലുള്ളാഹിന്റെ വീട്ടിൽ ചെന്ന് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാൻ, എന്റെ വീടിന്റെയും എന്റെ മിമ്പറിന്റെയും ഇടയിലുള്ള സ്ഥലം അത് സ്വർഗമാണ്. അത് സ്വർഗമാണ്, സ്വർഗമാണെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ. അവിടെ സുജൂദ് ചെയ്യാൻ, അവിടെ നെറ്റിത്തടമൊന്ന് വെക്കാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. വണ്ടി അവിടെ നിർത്തിച്ചത്, ഏതെങ്കിലും വണ്ടി തട്ടിയ പിന്നെ ഞാൻ തരില്ല. ശ്രദ്ധിക്കണം കേട്ടോ. വണ്ടി നല്ല വളവാണ്. അതുകൊണ്ട് 3 ഫാത്തിഹ ഓതണം, 3 സ്വലാത്ത് ചൊല്ലണം. ഇന്ന് റബീഉൽ അവ്വൽ 15 നിങ്ങളുടെ നാട്ടിൽ എത്രയാണ് റബീഉൽ അവ്വൽ? 14. ഞങ്ങൾ പാലക്കാട്ടുകാരാണ്. ഞങ്ങൾക്ക് 15. മാക്കെത്രയാണ്? 16. അപ്പോ വിശുദ്ധമാക്കപ്പെട്ട റബീഉൽ അവ്വൽ 15 നമ്മൾ ചൊല്ലുന്ന സ്വലാത്ത് അല്ലാഹു അവിടുത്തെ ഖൈറിന്റെ കിതാബിൽ അല്ലാഹ് എഴുതി വെക്കട്ടെ. ഇന്നത്തെ ദിവസം അല്ലേ, നമുക്ക് അല്ലാഹു മറക്കാൻ കഴിയാത്ത സന്തോഷമുള്ള ഒരു ദിവസമാക്കട്ടെ. അതിന്റെ കൂടെ 3 ഫാത്തിഹ ഓതണം, 3 സ്വലാത്ത് ചൊല്ലണം. ഇലാ ഹദറത്തുൽ നബിയ്യനാ വ ഹബീബുനൽ മുസ്തഫ വ മുറബ്ബിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ-ഫാത്തിഹ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرته الحمد لله حضرته أبو بكر الصديق وعمر الفاروق وعثمان وعلي رضي الله تعالى عنه. وإلى حضرته حمدة القرار. وإلى حضرته سعد بن معاذ. وإلى حضرته خالد بن وليد. وإلى حضرته ذو القرنين. وإلى حضرته فاطمة الزهراء وخديجة الكبرى وعائشة الطهرى وأمهات المؤمنين. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرته السيد أحمد جلال الدين البخاري كاركتر بابا. وإلى حضرته كامل متم فريد ولي الله. وإلى حضرته ورابته بابا. وإلى حضرته فاطمة بيبي. مرحبا مرحبا الله لأولياء مرحبا. وإلى حضرته كتب الزمان منبر بابا. الفاتحة. أعوذ بالله من الشيطان. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. الله സ്വീകരിക്കണം.
കബൂലാക്കണം അല്ലാഹ്. ഞങ്ങളോട് സൂറത്തുൽ ഫാത്തിഹയുടെ ഓരോരോ ഹർഫിന്റെയും ഓരോരോ അക്ഷരങ്ങളുടെയും ഓരോരോ വള്ളിയുടെയും ഓരോരോ പുള്ളിയുടെ പ്രതിഫലം ഞങ്ങൾക്ക് നൽകണം അല്ലാഹ്. ഇനി നമ്മൾ 3 സ്വലാത്ത് നമ്മൾ മദീനയിലേക്ക് ചൊല്ലുകയാണ്. അല്ലാഹുവേ, ഈ സ്വലാത്ത് ഖൈറിന്റെ കിതാബിൽ എഴുതി വെക്കണം അല്ലാഹ്. ഇന്നല്ലാഹ വമലായികതുഹു യുസല്ലൂന അലൻ-നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله قدره ومقداره العظيم. اللهم قبولك الله. الحمد لله رب العالمين أنعم علينا بالإيمان وهدانا إلى دين الإسلام حمدا يوافي نعمه ويكافئ مزيدا. അർഹമുർറഹീമായ റബ്ബേ, ഇവിടെ വെച്ച് ഞങ്ങൾ ഓതിയ സൂറത്തുൽ ഫാത്തിഹ നീ സ്വീകരിക്കണം അല്ലാഹ്. ഓതിയ സൂറത്തുൽ ഫാത്തിഹയുടെ ബറക്കത്ത് കൊണ്ട് ഇവിടെ വന്ന ഞങ്ങൾ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും നീ തീർത്തുകൊണ്ട് റബ്ബേ അല്ലാഹ്. ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തുൽ ഫാത്തിഹ നീ സ്വീകരിക്കണം അല്ലാഹ്. ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തുൽ ഫാത്തിഹ നീ സ്വീകരിക്കണം അല്ലാഹ്. 4600 കിലോമീറ്റർക്ക് പുറത്ത് ദിവസം കൊള്ളുന്ന ഞങ്ങൾ ചെങ്കിലെ ചോരയായ കരളിന്റെ കഠിനമായ ഹബീബായ മുത്തുനബിയുടെ റൗള ശരീഫിലേക്ക് എത്തിച്ചു കൊടുക്കണം അല്ലാഹ്. അല്ലാഹ് ഹബീബിന്റെ മുത്തുമണികളെ പാവങ്ങളാണല്ലോ. ഒരുപാട് വിഷമങ്ങളുള്ളവരാണ്, പ്രയാസങ്ങളുള്ളവരാ. ഇന്ന് വരെ ജീവിച്ചത് കണ്ണീരോടെയാണ്. നാളെ മുതൽ ഞങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം നൽകണം അല്ലാഹ്.